രാവിന്റെ യാമത്തിൽ കാർകോടകന്മാരഴിഞ്ഞാടും വേളയിൽ കരിനിഴൽ പടരുമീ രാവിന്റെ യാമത്തിൽ കാർകോടകന്മാരഴിഞ്ഞാടും വേളയിൽ മാറു തുറന്നിട്ട് നഗ്നരായോടുന്ന ശൂർപ്പണകമാരി രാവിന്റെ വീതിയിൽ മാറു തുറന്നിട്ട് നഗ്നരായോടുന്ന ശൂർപ്പണകമാരി രാവിന്റെ വീതിയിൽ വീടിന്റെ ഉള്ളിൽ അമർന്നിരിക്കുന്നോര മുഖപുസ്തകത്താളിൽ അപസർപ്പരൂപമാ. അപ്പൊ നമ്മുടെ SV ചലഞ്ചസിന്റെ വീഡിയോകൾ 2 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഈ മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലേക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പോകുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് സ്നേഹിതൻ നമ്മുടെ ചാനലിൽ നേരത്തെ മനോഹരമായ ഒരു കവിത പാടിയതാണ്. കിളികൾ പാടി വളരെയധികം ലൈക്കും കമന്റും ഷെയറും ഒക്കെ കിട്ടിയ നല്ലൊരു കവിതയായിരുന്നു. ലൈക്കും കമന്റും ഷെയറും ഇട്ടവർക്ക് എന്റെ 1000 നന്ദികൾ അർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ മധുചേട്ടൻ ഇന്ന് യാദൃശ്ചികമായിട്ട് ഫോൺ വിളിച്ച് വീട്ടിലേക്കൊന്ന് വരണം, കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സർപ്രൈസ് പോലെ തന്നെ പെട്ടെന്ന് ഞാൻ നേരത്തെ എഴുതിയ ഒരു കവിത ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകം എവിടുന്നോ സംഘടിപ്പിച്ച് എവിടുന്ന് കിട്ടിയ പുസ്തകം? അത് നമ്മൾ സാറ് സമ്മാനമായി കൊടുത്ത ദീപയുടെ എന്ന കുട്ടിയുടെ ദീപയുടെ മേടിച്ച ദീപയ്ക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പൊ ആ കവിത പുസ്തകത്തിൽ നിന്ന് ഒരു കവിത മധുചേട്ടൻ തിരഞ്ഞെടുത്ത് അത് സ്വന്തമായി ട്യൂൺ ചെയ്ത് വളരെ മനോഹരമായി പാടി. അപ്പൊ അത് എന്നെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. അപ്പം ചലഞ്ചിങ്ങോ ഒന്നുമല്ല, പക്ഷെ ഇവിടെ എന്നെ വന്നൊന്ന് പാടി കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പാടി കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് അത് വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പം അത് ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നുകൂടെ പാടിച്ച് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് ഇപ്പം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ കൊടുക്കാം എന്ന് കരുതുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം എനിക്ക് കട്ട സപ്പോർട്ടാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് കിരണൻ സാറാണ്. കിരണൻ സാർ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിവറേജിലാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ കിരൺ സാറിന് പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ നമുക്കൊന്ന് പാടാം. കവിതയുടെ പേരെന്തുവാ? ഡിജിറ്റൽ ശൂർപ്പണഖബാർ. ആരെഴുതിയ? നമ്മുടെ സുനിൽ വെട്ടിയാർ സാർ. അതായത് ഈ സാർ എഴുതിയ ഈ സാറിന്റെ കവിത. സാറിന് വിളിക്കണം. അപ്പൊ സാറിന്റെ കവിതയാണ് ഞാൻ പാടാൻ പോകുന്നത്. നിങ്ങളെല്ലാരും ലൈക്കും ഷെയറും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് സീനറിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഇരുന്നങ്ങ് പാടുക. മഴയില്ലയോ? ശരി, ഓക്കെ. ഞാൻ പിന്നെ നമ്മുടെ സുനിൽ സാറിന്റെ കവിതയാണ് പാടാൻ പോകുന്നത്. ഡിജിറ്റൽ ശൂർപ്പണഖബാർ എന്ന കവിതയാണ്. ഇപ്പോൾ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് സാറ് ആ കവിത എഴുതിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഡിജിറ്റൽ ശൂർപ്പണഖബാർ. കരിനിഴൽ പടരുവീരാവിന്റെ യാമത്തിൽ കാർകോടകന്മാരഴിഞ്ഞാടും വേളയിൽ കരിനിഴൽ പടരുമീരാവിന്റെ യാമത്തിൽ കാർകോടകന്മാരഴിഞ്ഞാടും വേളയിൽ മാറു തുറന്നിട്ട് നഗ്നരായോടുന്ന ശൂർപ്പണകമാരി രാവിന്റെ വീതിയിൽ മാറു തുറന്നിട്ട് നഗ്നരായോടുന്ന ശൂർപ്പണകമാരി രാവിന്റെ വീതിയിൽ വീടിന്റെ ഉള്ളിൽ അമർന്നിരിക്കുന്നോര മുഖപുസ്തകത്താളിൽ അപസർപ്പരൂപമാ. വീടിന്റെ ഉള്ളിൽ അമർന്നിരിക്കുന്നോര മുഖപുസ്തകത്താളിൽ അപസർപ്പരൂപമാ. ശൂർപ്പണഖമാരുടെ ലീലാവിലാസങ്ങളാണിന്റെ മാനം കവർന്നെടുത്തി
ശൂർപ്പണകമാരുടെ ലീലാവിലാസങ്ങളാണിന്റെ മാനം കവർന്നെടുത്തിടണം. നാലാളറിയാൻ വൈറലായിടേണം, നവമാധ്യമത്താളിൽ ലൈക്കു വേണം. നാലാളറിയാൻ വൈറലായിടേണം, നവമാധ്യമത്താളിൽ ലൈക്കു വേണം. അച്ഛന്റെ പ്രായവും നോക്കുകില്ല ഞങ്ങൾ, സോദരപുത്ര ഭേദമില്ല. അച്ഛന്റെ പ്രായവും നോക്കുകില്ല ഞങ്ങൾ, സോദരപുത്ര ഭേദമില്ല. ലൈക്കുകൾ കമന്റുകൾ വാങ്ങിയിടണം, മീഡിയ വൈറലായിടേണം. ലൈക്കുകൾ കമന്റുകൾ വാങ്ങിയിടണം, മീഡിയ വൈറലായിടേണം. ബസ്സിലും പാർക്കിലും രക്ഷയില്ല, ആണിന് കോടതി തിണ്ണയിൽ നീതിയില്ല. ബസ്സിലും പാർക്കിലും രക്ഷയില്ല, ആണിന് കോടതി തിണ്ണയിൽ നീതിയില്ല. കയ്യിലൊരു ഫോണുണ്ടോരു പെണ്ണിനു, വൈറലായിടുവാൻ മോഹമേറി. കയ്യിലൊരു ഫോണുണ്ടോരു പെണ്ണിനു, വൈറലായിടുവാൻ മോഹമേറി. ബസ്സിൽ തിരക്കിൽ ഞെരിഞ്ഞമർന്നിടുന്ന പാവമാം വൃദ്ധനിൽ കണ്ണുടക്കി. ബസ്സിൽ തിരക്കിൽ ഞെരിഞ്ഞമർന്നിടുന്ന പാവമാം വൃദ്ധനിൽ കണ്ണുടക്കി. തന്റെ തോളിൽ ചരിഞ്ഞു കിടന്നവൾ കയ്യിലെ ഫോണൊന്നു മിന്നിച്ചു ലൈവിട്ടു. വൃദ്ധന്റെ തോളിൽ ചരിഞ്ഞു കിടന്നവൾ കയ്യിലെ ഫോണൊന്നു മിന്നിച്ചു ലൈവിട്ടു. ലൈവ് കണ്ടായിരം കേക്കകൾ, ആയിരം പതിനായിരങ്ങൾ കമന്റുകളാ. ലൈവ് കണ്ടായിരം കേക്കകൾ, ആയിരം പതിനായിരങ്ങൾ കമന്റുകളാ. രാവണക്കൂട്ടങ്ങളാടിത്തിമിർത്തപ്പോൾ ആരോരും അറിയാത്ത മുത്തച്ഛൻ വൈറലാ. രാവണക്കൂട്ടങ്ങളാടിത്തിമിർത്തപ്പോൾ ആരോരും അറിയാത്ത മുത്തച്ഛൻ വൈറലാ. കാര്യമറിഞ്ഞപ്പോൾ മുത്തച്ഛൻ കയറിലായി. കാര്യമറിഞ്ഞപ്പോൾ മുത്തച്ഛൻ കയറിലായി. ചേട്ടാ, അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ സംഗീതം ചെയ്ത് ഒരു സംഗീത സംവിധായകൻ ഒളിഞ്ഞു കിടക്കുന്നില്ലേ. നമ്മൾ എഴുതിയ വരികൾക്ക് നല്ല രീതിയിൽ ഈണം കൊടുത്ത് നന്നായി പാടി. ഞാൻ തന്നെ ഈണം കൊടുത്താണ്. ഞാന് പ്രധാനമായി പാടാൻ വെച്ചേക്കുന്ന കുറെ കവിതകളുണ്ട്. ഞാൻ സാറിന്റെ ഒരു കവിത അതില് പറഞ്ഞു. ഞാൻ സാറിന്റെ ഒരു കവിത ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ കവിത ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അടുക്കെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ കവിത ഒരു പ്രത്യേക വിഷയം വന്നപ്പം, പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പം അതിന്റെ പേരിൽ എഴുതി എന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഞാൻ എഴുതിയെങ്കിലും ഞാൻ അതൊക്കെ പിന്നെ വിട്ടു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായി ഈ കവിത തെരഞ്ഞെടുത്ത് ഇവിടെ എന്നെ വന്ന് കണ്ട് എൻ്റെ മുമ്പിൽ പാടിയതാണ്. അപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ചാനലിൽ കൂടി അത് ഇടാം എന്ന് ഞാൻ കരുതി. അപ്പം ഇന്ന് സമ്മാനമല്ല, എൻ്റെ വരികൾ സംഗീതം നൽകി
പാടിയപ്പം ഒരു ആദരവ് തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അയ്യോ നമ്മൾ സാധാരണ എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നത്, ഇത് ആദരിക്കണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, എൻ്റെ വരികൾ ഏതായാലും സ്വന്തമായി സംഗീതം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിന് തീർച്ചയായിട്ടും നല്ലൊരു എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ സമ്മാനം മറക്കുകയില്ല. ഓക്കെ 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 അപ്പൊ നമ്മുടെ ചാനൽ കാണണം എല്ലാവരും. ഈ എൻ്റെ ഒരു ചെറിയ വരികൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നല്ല അഭിപ്രായങ്ങളും ലൈക്കും തരണം. ചേട്ടൻ്റെ പാട്ടിനും എല്ലാവിധ പ്രോത്സാഹനം തരണം. SB ചലഞ്ച് എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഓക്കെ താങ്ക് യു.